അപ്പോൾ ഹോമിയോപ്പത്തിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മരുന്നിട്ടിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം. അതിന്റെ പ്രത്യേകതകൾ കുറച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഹോമിയോപ്പത്തിക് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ഏജന്റ് ആണ്. ഇത് തെറാപ്പറ്റിക്കലി ഇനേർട്ട് ആണ്. അതിനൊരു മെഡിസിൻ പ്രോപ്പർട്ടി ഉണ്ടാവാൻ പാടില്ല, ക്യൂറേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവാൻ പാടില്ല, ആസ് വെൽ as കെമിക്കലി നോൺ റിയാക്റ്റീവ് വിത്ത് ഡ്രഗ് സബ്സ്റ്റൻസസ്. ഓക്കെ, they are the media for extraction of properties of drug, its preservation and conveyance of properties of drug to the intended site of action. മെയിൻ ആയിട്ട് ആലോചിച്ച് വെക്കേണ്ടത് ഹോമിയോപ്പത്തിക് വെഹിക്കിൾസ് എപ്പോഴും ഇനേർട്ട് ആയിരിക്കണം, ക്യൂറേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവാൻ പാടില്ല, കെമിക്കലി നോൺ റിയാക്റ്റീവ് ആയിരിക്കണം ഡ്രഗുമായിട്ട്. അതാണ് ഹോമിയോപ്പത്തിക് വെഹിക്കിൾസിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അത് ഒരു 3 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. വെഹിക്കിൾസ് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 3 വെഹിക്കിൾസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്: സോളിഡും ലിക്വിഡും സെമി സോളിഡ് വെഹിക്കിൾസും. ക്ലാസിഫിക്കേഷനിൽ സോളിഡ് വെഹിക്കിൾസിൽ ഷുഗർ ഓഫ് മിൽക്ക് ഉണ്ട്, കെയിൻ ഷുഗർ ഉണ്ട്, ഗ്ലോബ്യൂൾസ് ആൻഡ് പില്യൂൾസ് ഉണ്ട്, പെല്ലറ്റ്സ് ഉണ്ട്, കോൺസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ 1-2 പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഷുഗർ ഓഫ് മിൽക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലിക്വിഡ് വെഹിക്കിൾസ് ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ, ആൽക്കഹോൾ, ഗ്ലിസറിൻ, സോൾവെന്റ് ഈതർ, സിറപ്പ്, സിംപ്ലെക്സ്, പിന്നെ ഓയിൽസ് ഒക്കെ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സീസെയിം ഓയിൽ. ഈ ഓയിൽസ് ഒക്കെ കേട്ടാ കോമൺ ആയിട്ട് അറിയുണ്ടാവുമല്ലോ. നെക്സ്റ്റ് വരുന്നത് സെമി സോളിഡ് വെഹിക്കിൾസ് ആണ്. ഇതിൽ നിങ്ങൾ സെമി സോളിഡ് വെഹിക്കിൾസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും. ഓക്കെ, സെമി സോളിഡ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ പാരഫിൻ ഉണ്ട്. അത് സോഫ്റ്റ് പാരഫിൻ അല്ലെങ്കിൽ യെല്ലോ സോഫ്റ്റ് പാരഫിൻ, വൈറ്റ് സോഫ്റ്റ് പാരഫിൻ. പിന്നെ വരുന്നത് വാക്സസ് ആണ്. വാക്സസ് എന്ന് പറയുമ്പോൾ ബി വാക്സസ് ഉണ്ട്. യെല്ലോ ബി വാക്സസും വൈറ്റ് ബി വാക്സസും ആണ്. പിന്നെ വരുന്നത് ലെനോലിൻ, സ്പെർമാസെറ്റി, പ്രിപ്പയർഡ് ലാർഡ്, ഐസിൻ ഗ്ലാസ്. സോപ്പ് 3 ടൈപ്പ് ഉണ്ട്: ഹാർഡ് സോപ്പ്, സോഫ്റ്റ് സോപ്പ്, കേർഡ് സോപ്പ്. പിന്നെ സ്റ്റാർച്ച്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. വാക്സസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ബി വാക്സും ലെനോലിനും സ്പെർമാസെറ്റിയും. ഓക്കെ, ലെനോലിനും സ്പെർമാസെറ്റിയും വാക്സസിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അതാണ് സെമി സോളിഡ് വെഹിക്കിൾസ്. ഓർത്ത് വെക്കേണ്ടത് സെമി സോളിഡ് വെഹിക്കിൾസ് ആണ്. അതിലാണ് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. ബാക്കിയൊക്കെ ഈസിയാണ്. ഇതിന് ഓരോ പ്രിപ്പറേഷനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിൾസിനെ പറ്റിയുള്ളതാണ്. വെഹിക്കിൾസ് മദർ ടിങ്ചറും മദർ സൊല്യൂഷനും മദർ സബ്സ്റ്റൻസസും ആണെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ് 1 to 9 പറയുന്നില്ലേ, അതിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ആൽക്കഹോൾ, ഡിസ്റ്റിൽഡ് വാട്ടർ, ഗ്ലിസറിൻ, സോൾവെന്റ് ചെയ്ത്, ഷുഗർ ഓഫ് മിൽക്ക്. പൊട്ടൻറ്റൈസേഷനുള്ള വെഹിക്കിൾസ് ഷുഗർ ഓഫ് മിൽക്കും ആൽക്കഹോളും ഡിസ്റ്റിൽഡ് വാട്ടറും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കണ്ടിട്ടില്ല. വെഹിക്കിൾസ് ഫോർ ഡിസ്പെൻസിങ് മെഡിസിൻസ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. ഗ്ലോബ്യൂൾസിൽ ഡിസ്പെൻസ് ചെയ്യും, പില്യൂൾസില്, കോൺസില്, ടാബ്ലറ്റ്സില്, ഷുഗർ ഓഫ് മിൽക്കില്, ഡിസ്റ്റിൽഡ് വാട്ടറില്, സിറപ്പില്, സിമ്പിൾ സിറപ്പിലൊക്കെ വെഹിക്കിൾസ് ഡിസ്പെൻസ് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. എല്ലാതും ഞാൻ ജസ്റ്റ് ഒരു തവണ പറഞ്ഞു പോവാണ്. അടുത്തത് സ്പീഡ് ആവുന്നുണ്ട് പറയണം കേട്ടോ. ഞാൻ സ്ലോ ആക്കാം. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത്. സെക്കാരം ലാക്ടസ് ആണ് ഫസ്റ്റ് വെഹിക്കിൾസിന്റെ, നമ്മളെ ഈ സോളിഡ് വെഹിക്കിൾസിന്റെ ഫസ്റ്റിലത്തെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് ഈ സ്ലൈഡ് തൊട്ടിട്ടാണ്. സെക്കാരം ലാക്ടസ്, അതിന്റെ വേറെ പേര് സെക്കാരം ലാക്ടോസ് ഉണ്ട്, ഷുഗർ ഓഫ് മിൽക്ക് ഉണ്ട്. കെമിക്കൽ ഫോർമുല ഓർത്ത് വെക്കാം. സീറ്റൽ H22O11H2 ആണ്. മോളിക്കുലർ വെയിറ്റും ഓർത്ത് വെക്കാം. 360.3. സോഴ്സ് മെയിൻ ആയിട്ട് ഗോഡ്സ് മിൽക്ക് ആണ് പറയുന്നത്. പിന്നെ നമ്മൾ സെക്കാരം പ്യൂരിഫിക്കേഷൻ, സ്റ്റാഫ് പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ആണ് സെക്കാരം ലാക്ടസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏത് പ്രോസസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് ഈ സ്ലൈഡിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് മോളിക്കുലർ വെയിറ്റ്, പിന്നെ സ്റ്റാഫ് പ്രോസസ്സിനെ പറ്റി ആലോചിച്ച് വെക്കുക, ദെൻ കെമിക്കൽ ഫോർമുല. ഓക്കെ, സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഒന്ന് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ്, ഏത് ആൽക്കഹോളാണ് യൂസ് ചെയ്യുന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ് പറയുന്നത്. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ 450 gram ഓഫ് ഷുഗർ ഓഫ് മിൽക്കും 2 liters ഓഫ് ബോയിലിംഗ് വാട്ടർ എടുക്കും. പിന്നെ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 liter ഓഫ് ആൽക്കഹോളിലോട്ട് കടത്തി വിടുന്നുണ്ട്. പിന്നെ 3 to 4 days അതിനെ കീപ്പ് ചെയ്യും. പിന്നെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. വീണ്ടും ആൽക്കഹോൾ അതിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. വാഷ് വിത്ത് purified water. Crystals are diluted by pouring through filter paper and kept airtight.
ഇതിന്റെ എല്ലാ സ്റ്റെപ്സും നമ്മൾ എക്സാമിന് ഓർക്കണം എന്നില്ല. അബ്സല്യൂട്ട് ആൽക്കഹോൾ ഇതിന് യൂസ് ചെയ്യുന്നുള്ളത് കാര്യം ആലോചിച്ച് വയ്ക്കുക. പിന്നെ ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതെങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്സിൽ ഉള്ളതെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഷുഗർ ഓഫ് മിൽക്ക് എയറിൽ സ്റ്റേബിൾ ആണ്, ഓർഡേഴ്സ് ഒക്കെ നല്ലോണം അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അടുത്ത ലൈനിൽ വരുന്നത് പോയിന്റ് ആണ്, അതായത് 1 gram എത്ര ml ഓഫ് വാട്ടറിലാണ് സോലുബിൾ എന്നുള്ളത്. 1 gram 5 ml ഓഫ് വാട്ടറും ബോയിലിംഗ് വാട്ടർ ആണെങ്കിൽ 2.6 ml ഓഫ് വാട്ടറിലും ആണ് സോലുബിൾ ആയിട്ടുള്ളത്. അതായത് 1 gram ഓഫ് ഷുഗർ ഓഫ് മിൽക്ക് സോലുബിൾ ആവുന്നത് 5 ml ഓഫ് വാട്ടറിലും പിന്നെ 2.6 ml ഓഫ് ബോയിലിംഗ് വാട്ടറിലുമാണ്. ഓക്കെ, ആൽക്കഹോൾ ഇത് അബ്സല്യൂട്ട്ലി ഇൻസോലുബിൾ ആണ്. പ്രാക്ടിക്കലി ഇൻസോലുബിൾ ഇൻ ക്ലോറോഫോം ആൻഡ് ഈത്തർ. ഇറ്റ് സൊല്യൂഷൻ ഇസ് ന്യൂട്രൽ ടു ലിറ്റ്മസ്. ഓക്കെ, ന്യൂട്രൽ ആണ്. പിന്നെ ആൽക്കഹോൾ ഇൻസോലുബിൾ ആണ്. 1 gram ഓഫ് സോലുബിൾ ഇൻ 5 ml ഓഫ് വാട്ടറും 2.6 ml ഓഫ് ബോയിലിംഗ് വാട്ടറും ആണ്. ഇതാണ് ഷുഗർ ഓഫ് മിൽക്കിന്റെ പ്രത്യേകതകൾ. ഇമ്പ്യൂരിറ്റീസ് ഓർത്ത് വയ്ക്കുക. ഇമ്പ്യൂരിറ്റീസ് സ്റ്റാർച്ച് ഉണ്ട്, കെയിൻ ഷുഗർ ഉണ്ട്, ആസിഡ്സ് വരാം, ആലം വരാം, ക്ലോറിൻ വരാം, ഫോസ്ഫേറ്റ് വരാം, കോപ്പർ വരാം. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ് സ്റ്റാർച്ച്, കെയിൻ ഷുഗർ, ആസിഡ്സ്, ആലം, ക്ലോറൈഡ്, ഫോസ്ഫേറ്റ് ആൻഡ് കോപ്പർ. പ്യൂരിറ്റി ടെസ്റ്റ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. കെമിക്കൽ ലിറ്റ്മസ് പേപ്പറിന് നേരത്തെ പറഞ്ഞത് ഇനേർട്ട് ആണെന്നുള്ളത്. ബ്ലൂ കളർ ചേഞ്ച് ആവുന്നില്ല. അയഡിൻ സൊല്യൂഷനിൽ നോട്ട് ചേഞ്ച് ടു ബ്ലൂയിലേക്ക് മാറുന്നില്ല. അഥവാ ബ്ലൂയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സ്റ്റാർച്ച് ഉണ്ട് എന്നാണ്. പിന്നെ NaOH സൊല്യൂഷനായിട്ട് പ്യൂരിറ്റി ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ ആലം പ്രസന്റ് ആണെന്നാണ് കാണിക്കുന്നത്. ഇത്രയാണ് പ്യൂരിറ്റി ടെസ്റ്റ് ഓഫ് ഷുഗർ ഓഫ് മിൽക്ക്. ഷുഗർ ഓഫ് മിൽക്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അതിന്റെ മോളിക്കുലർ വെയിറ്റ് 360.3 ആണ്. സ്റ്റാഫ് പ്രോസസ് ഓർത്ത് വയ്ക്കുക. അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതില് 5 ml ഓഫ് വാട്ടറിൽ 1 gram സോലുബിളും 2.6 ml ഓഫ് ബോയിലിംഗ് വാട്ടറിലാണ് സോലുബിൾ ആയിട്ട് പറയുന്നത്. പിന്നെ ഇമ്പ്യൂരിറ്റീസ് സ്റ്റാർച്ച്, കുറച്ച് മുന്നേയുള്ള കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു സ്റ്റാർച്ച് ഇമ്പ്യൂരിറ്റീസ് ക്വസ്റ്റ്യൻസ്. പണ്ടത്തെ കേരള PGയിലായിരുന്നു തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഇമ്പ്യൂരിറ്റീസ് സ്റ്റാർച്ച്, പിന്നെ കെയിൻ ഷുഗറും ആസിഡ്സും ആലം, ക്ലോറിനും ഫോസ്ഫേറ്റും കോപ്പറും ഒക്കെ വരാം. ഓക്കെ, പിന്നെ പ്യൂരിറ്റി ടെസ്റ്റിൽ അയഡിൻ സൊല്യൂഷൻ ആയിട്ട് ഏത് കളറാണ് വരുന്നതെന്ന് ആലോചിക്കുക. ബ്ലൂ ആണ്. NaOH ആണെങ്കിൽ വൈറ്റ് ആണ് പറയുന്നത്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അത്രയാണ് ഷുഗർ ഓഫ് മിൽക്കിനെ പറ്റിയിട്ട്. നെക്സ്റ്റ് വരുന്നത് കെയിൻ ഷുഗർ ആണ്. അതിന്റെ സോഴ്സ് ബീട്രൂട്ട് ഷുഗർ കെയിൻ ഉണ്ടാക്കാം. ഗ്ലോബിൾസിന്റെ പ്രിപ്പറേഷനും പെലറ്റ്സിന്റെ പ്രിപ്പറേഷനും ടാബ്ലറ്റിന്റെ പ്രിപ്പറേഷനും സിമ്പിൾ സിറപ്പിന്റെ പ്രിപ്പറേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കെയിൻ ഷുഗർ. നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷുഗർ ആണ്. സ്റ്റാർച്ചും കെയിൻ ഷുഗറും ലാക്ടോസും ആണ് ഗ്രേപ്പ് ഷുഗറിന്റെ സോഴ്സസ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബ്യൂൾസ് ആണ്. ഗ്ലോബ്യൂൾസ് ആർ പ്രിപ്പയർഡ് ഫ്രം പ്യുവർ കെയിൻ ഷുഗർ ആണ്. ഓക്കെ, ഇതിപ്പം ജസ്റ്റ് വായിച്ച് വിട്ടത് കൊണ്ട് ചില സമയം മനസ്സിൽ തങ്ങണമെന്നില്ല. പ്യുവർ കെയിൻ ഷുഗറിൽ നിന്നാണ് ഗ്ലോബ്യൂൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ഓഫ് കെയിൻ ഷുഗർ സുക്രോസ് വിത്ത് ഗ്ലോബ്യൂൾസ് മേക്കിംഗ് പാൻ ഓർ പിൽ. ഓക്കെ, ബീട്രൂട്ടിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഗ്ലോബ്യൂൾസ്. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട് കേട്ടോ ഗ്ലോബ്യൂൾസിന്. ഇറ്റ്സ് സംടൈം മെയ്ഡ് വിത്ത് 80% സുക്രോസ്, 20% ലാക്ടോസ്. മോളിക്കുലർ വെയിറ്റ് ഓർത്ത് വയ്ക്കുക. ഗ്ലോബ്യൂൾസിൻ്റെ 342.3 ആണ്. കളർ വൈറ്റ് ആണ്. ഷേപ്പ് യൂണിഫോം ആൻഡ് പെർഫെക്റ്റ്ലി ഗ്ലോബുലർ ആണ്. സൈസ് 40 to 80 ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് പില്യൂട്സ് എന്നാണ്. സ്മോളസ്റ്റ് സൈസ് ആർ കോൾഡ് ഗ്ലോബ്യൂൾസ്. കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാം, അത് വളരെ സോഫ്റ്റും അല്ല വളരെ ഹാർഡും അല്ല. പ്രത്യേകിച്ച് ഒരു ഓർഡർ അതിനില്ല. ടേസ്റ്റ് സ്വീറ്റ്സ് ആണ്, ആസിഡ് മേഡപ്പ് ഓഫ് കെയിൻ ഷുഗർ. ഓക്കെ, പ്ലാസിബോ ആയിട്ട് ഷുഗർ ഓഫ് മിൽക്ക് കൊടുക്കാറുണ്ട് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോമിയോപ്പത്തിക് മെഡിസിൻസിനെ കുറച്ച് കാലത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനും നമ്മൾ ഗ്ലോബ്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എയർ ടൈറ്റ് ബോട്ടിലും അധികം ഈർപ്പം തട്ടാത്ത സ്ഥലത്തും വെച്ചാലാണ് കുറച്ചധികം കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 1 മിനിറ്റ്. സോറി കേട്ടോ, കേൾക്കാലോ അല്ലേ? കണ്ടിന്യൂ ആണേ.
ഓക്കെ, ഗ്ലോബ്യൂൾസ് ഡിസ്പെൻസ് ചെയ്യാനും പ്രിസർവേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ കുറെ കാലങ്ങൾക്ക് യൂസ് ചെയ്യാൻ നമ്മൾ ഓർഗനോളും കാര്യങ്ങൾക്ക് ഓർഗനോൾ ഓഫ് മെഡിസിനിൽ അതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഇസ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സൺലൈറ്റ് ആൻഡ് ഹീറ്റ്. അത്രയാണ് ഗ്ലോബ്യൂൾസിനെ പറ്റി പറയുന്നത്. അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഗ്ലിസറിന്, ടാൽക്ക്, ചാക്ക്, കലോലിൻ, ആന്റി ഓക്സിഡൻസ്, ഇൻഓർഗാനിക് വൈറ്റനിങ് ഏജൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഉണ്ടാവാം. നിങ്ങൾ ഷുഗർ ഓഫ് മിൽക്കിന്റെ ഇമ്പ്യൂരിറ്റീസ് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. പെല്ലറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പെല്ലറ്റ്സ് ചെറുതാണ്, സ്റ്റെറൈൽ സിലിണ്ടറിക്കൽ, അബൌട്ട് 3.2 millimeter diameter ആണ്, 8 millimeter length. They are formed by compression from medicated masses. In homeopathy, it is synonym for globules. Okay. Pelletsന്റെ സൈസ് പറയുന്നുണ്ട് 3.2 8. പിന്നെ പറയുന്നത് മെഡിക്കേറ്റഡ് മാസസ് ആണ് പെല്ലറ്റ്സ്. ഹോമിയോപ്പതിയിൽ അത് ഗ്ലോബ്യൂൾസിന്റെ സിനോണിം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺസ് ആണ്. കോൺസ് കെയിൻ ഷുഗറും എഗ് ആൽബുമിനും. ഓക്കെ, ഈ എഗ് ഇതും പണ്ടൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതൊക്കെ. സോഴ്സസ് എന്ന് പറയുമ്പോൾ കെയിൻ ഷുഗർ ആൻഡ് എഗ് ആൽബുമിനാണ് കോൺസിന്റെ സോഴ്സസ് പറയുന്നത്. പേര് പോലെ തന്നെ കോണിക്കൽ ഷേപ്പ് ആണ്. കോമൺ സൈസ് 6 ആണ്. മെഡിസിൻസ് ലോങ് ടേമിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, കെയിൻ ഷുഗറും എഗ് ആൽബുമിനും ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വരുന്നത് ടാബ്ലറ്റ്സ് ആണ്. ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ സോഴ്സ് പ്യൂർ റിഫൈൻഡ് ഷുഗർ ഓഫ് മിൽക്ക് ആണ്, പ്രിപ്പയർഡ് ബൈ ടാബ്ലറ്റ് പഞ്ചിങ് മെഷീൻ. ഷേപ്പ് ഡിസ്കോയിഡ്, റൗണ്ട് വിത്ത് ഫ്ലാറ്റർ കോൺവെക്സ് ഫേസസ്. 1 grain എന്ന് പറയുമ്പോൾ എത്രയാണെന്നുള്ള ഓർത്തിരിക്കുക, 65 mg ആണ് 1 grain പറയുന്നത്. കൺസിസ്റ്റൻസി ഗ്ലോബിൾസിനേക്കാൾ ഇച്ചിരി സോഫ്റ്റ് ആണ്. ലാക്ടോസ് കണ്ടന്റ് 94% മിനിമം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ടാബ്ലറ്റ്സിൽ 1 grain എത്രയാണുള്ളത് ആലോചിച്ച് വെച്ചിരിക്കുക. വേറെ പ്രത്യേകിച്ച് അധികം പോയിന്റ്സ് ഇതിലില്ല. ഇതൊക്കെ എന്താ പറയാ, അത്രക്ക് നന്നായിട്ട് പഠിച്ച് തറോ ആയവർക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ബൈൻഡേഴ്സ് 3% കൂടാൻ പാടില്ല, ലൂബ്രിക്കന്റ് 3% കൂടാൻ പാടില്ല, ഇൻസോൾബിൾ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ 5% കൂടാൻ പാടില്ല. ഡിസിൻറ്റഗ്രേറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എപ്പോഴും 5 minutes ആയിരിക്കണം. ആഷ് വാല്യൂ 0.5 ആണ് പറയുന്നത്. ടാബ്ലറ്റ് സെർവ്സ് ആസ് സോളിഡ് ഡോസേജ് ഫോം ഫോർ ഡിസ്പെൻസിങ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. ഹോമിയോപ്പത്തിക് മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പീഡ് ആവുന്നുണ്ട് പറയണം കേട്ടോ. വെഹിക്കിൾസ് ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. പിന്നെ 5 classes ആണ് ടോട്ടൽ ഫാർമസിക്കുള്ളത്. അപ്പം ഈ ഒരു സ്പീഡ് പോണ്ടി വരും ഫുൾ തീർക്കണമെങ്കിൽ. അത്രയാണ് സോളിഡ് വെഹിക്കിൾസിനെ പറ്റി പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഷുഗർ ഓഫ് മിൽക്കിന്റെ പോയിന്റ്സ് ആലോചിച്ച് വെക്കാം. പിന്നെ കുറച്ച് ഗ്ലോബ്യൂൾസിലുള്ള 2-3 പോയിന്റ്സും ടാബ്ലറ്റ്സിൽ ഓരോന്നിലുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രം ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ സിനോണിംസ് പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്, അക്വ ഡിസ്റ്റിലേറ്റ, അക്വ പ്യൂരിഫിക്കേറ്റ. കെമിക്കൽ ഫോമിൽ എല്ലാവർക്കും അറിയുന്നതാണ് H2O ആണ്. മോളിക്കുലർ വെയിറ്റ് ഓർത്ത് വെക്കണം കേട്ടോ. ഇതിൻ്റെ 18.015 ആണ്. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ലിബിക്സ് കണ്ടൻസർ വെച്ചിട്ട് സ്മോൾ സ്കെയിലിൽ പ്യൂരിഫിക്കേഷൻ സ്റ്റിൽസ് ഓർ കൺവെൻഷണൽ സ്റ്റിൽസിൽ മൾട്ടിപ്പിൾ സ്റ്റിൽസ് ആണ് ഇതിന്റെ പ്യൂരിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിയണൈസേഷനിൽ കാറ്റയോൺ എക്സ്ചേഞ്ചറും ആനിയോൺ എക്സ്ചേഞ്ചറും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ 2 ടൈപ്പിലാണ് പറയുന്നത്. കംപ്രഷൻ ഡിസ്റ്റിലേഷനും ഉണ്ട്, ഡിയണൈസേഷനും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. ബോയിലിംഗ് പോയിന്റ് ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെയാണ്. ബോയിലിംഗ് പോയിന്റ് 100, ഫ്രീസിംഗ് പോയിന്റ് 0, pH 6 to 7. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടറിൽ പ്യൂരിഫിക്കേഷൻ സ്റ്റിൽസ് ആൻഡ് സ്റ്റിൽ പ്രോസസ് പറയുന്നത് കൺവെൻഷണൽ സ്റ്റിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഫക്ട് സ്റ്റില്ലാണ്. ഇതിന്റെ പ്രിപ്പറേഷൻ 2 ടൈപ്പ് പ്രിപ്പറേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ഡിസ്റ്റിൽഡ് വാട്ടറിനെ പറ്റിയിട്ട്. പിന്നെ അതിന്റെ ഇംപ്യൂരിറ്റീസ് ആസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി, അയോൺ, ലെഡ്, അമോണിയ, ക്ലോറൈഡ്, സൾഫേറ്റ്, കാൽസ്യം ഇതൊക്കെ ഉണ്ടാവാം. പിന്നെ നമ്മൾ ക്ലാസ്സസ് ഇല്ലേ 1 to 9, അതിൽ 5 ക്ലാസ്സിൽ മെയിൻ ആയിട്ട് അക്വ സൊല്യൂഷൻ, മദർ സൊല്യൂഷൻ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് സോളിഡ് ടൈച്ചറേഷൻ പൊട്ടൻസി ഇൻടു ലിക്വിഡ് പൊട്ടൻസി ഫോർ സെക്കൻഡ്സ്. ഓക്കെ, മദർ സൊല്യൂഷൻ ഫോർ LM സ്കെയിലും മദർ സൊല്യൂഷന് വേണ്ടിയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റോർ ചെയ്യുന്നത് പൈറക്സ് ഗ്ലാസ് ബോട്ടിൽസിലാണ്. ഓക്കെ, അപ്പം ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ മോളിക്കുലർ വെയിറ്റ് ഓർത്ത് വയ്ക്കാന്നുള്ളത്
പിന്നെ പറയുന്നത് 5A പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോളിഡ് ടൈച്ചുറേഷന്റെ കൺവേർഷന് LM സ്കെയിലിൽ മദർ സൊല്യൂഷൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ പൈറക്സ് ഗ്ലാസ് ബോട്ടിൽസിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് ഈഥൈൽ ആൽക്കഹോൾ ആണ്. ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം കാണാറുണ്ട്. ആൽക്കഹോള് സിനോണിമസ് സ്പിരിറ്റ് ഓഫ് വൈൻ, എത്തനോള്, കെമിക്കൽ ഫോർമുല C2H5OH ആണ്. മോളിക്കുലർ വെയിറ്റ് ഓർത്ത് വെക്കണം 46.07. മോളിക്കുലർ വെയിറ്റ് എല്ലാത്തിനെയും സെപ്പറേറ്റ് എഴുതി വെച്ചിട്ട് പഠിക്കണം കേട്ടോ. Distillation of fermented liquids containing carbohydrate or by synthesis ആണ്. It contain not less than 94.7 volume by volume or 92.0 weight by weight പറയുന്നത്. Not more than 95.2 92.7 ആണ് ഈഥൈൽ ആൽക്കഹോൾ പറയുന്നത്. Usable carbohydrate containing material include molasses. ഇതിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. Molasses, sugarcane, beetroot, grapes, fruit juices, corn, barley, wheat, rice, maize, potato, wood, waste sulfide liquor. ഇത്രയും സാധനങ്ങളിൽ നിന്ന് നമുക്ക് ആൽക്കഹോൾ പ്രിപ്പറേഷൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ ഇംപ്യൂരിറ്റീസ് ആൽക്കഹോളിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ആസിഡ്സ്, ഫ്യൂസൽ ഓയിൽ, വാട്ടർ, മീഥൈൽ ആൽക്കഹോൾ. ഫ്യൂസൽ ഓയിൽ ക്വസ്റ്റ്യൻ മുന്നേ വന്നിട്ടുണ്ട്. ഇംപ്യൂരിറ്റീസ് ഈഥൈൽ ആൽക്കഹോള്. അടുത്തത് വെറൈറ്റീസ് ഓഫ് ആൽക്കഹോൾ ആണ്. കുറച്ച് വെറൈറ്റീസ് ഓഫ് ആൽക്കഹോൾ ഉണ്ട് കേട്ടോ. പറഞ്ഞിട്ടില്ലല്ലേ സ്ലൈഡില്. ഈഥൈൽ ആൽക്കഹോള് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ മെയിൻ ആയിട്ട് മൊളൈസിസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്ലൈഡിൽ ഇല്ല കേട്ടോ, ഞാൻ പറയാം. സ്റ്റാർച്ചില് സക്കാരിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സക്കാരിഫിക്കേഷനും ആൽക്കഹോൾ ഫെർമെന്റേഷനും ഈ രണ്ട് പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈഥൈൽ ആൽക്കഹോൾ കിട്ടും. സ്റ്റാർച്ച് സക്കാരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടോസ് ആയിട്ട് മാറും. ഈ മാൾട്ടോസിന് ആൽക്കഹോൾ ഫെർമെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ കിട്ടും. ഓക്കെ, മെയിൻ ആയിട്ട് രണ്ട് സ്റ്റെപ്പാണ് ഉള്ളത്. സക്കാരിഫിക്കേഷനും ആൽക്കഹോൾ ഫെർമെന്റേഷനും ആണ് പറയുന്നത്. സ്റ്റാർച്ചിന് സക്കാരിഫിക്കേഷനിൽ ഡയസ്റ്റേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. മാൾട്ടോസിനെ മാൾട്ടേസ് എൻസൈം മാറ്റിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നുണ്ട്. ഗ്ലൂക്കോസിനെ സൈമേസ് ആണ് ഈഥൈൽ ആൽക്കഹോൾ ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റാർച്ചിന് ഡയസ്റ്റേസ് മാൾട്ടോസ് ആക്കി മാറ്റും. ഈ കൺവേർട്ട് ചെയ്ത മാൾട്ടോസിനെ മാൾട്ടേസ് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കൺവേർട്ട് ആക്കപ്പെട്ട ഗ്ലൂക്കോസിനെ സൈമേസ് ഈഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റും. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത്ര 16 ഡിഗ്രിയില് ഡാർക്കിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളും ആലോചിക്കുക. സ്റ്റാർച്ച് സക്കാരിഫിക്കേഷൻ മാൾട്ടോസ് ആവും. മാൾട്ടോസ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഈഥൈൽ ആൽക്കഹോൾ ആയിട്ട് മാറും. ഓക്കെ, മോസ്റ്റ് ഇംപ്യൂരിറ്റീസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്നതാണ് ഫ്യൂസൽ ഓയിൽ. ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിലേഷൻ വിത്ത് ആനിമൽ ചാർക്കോൾ ആണ് കേട്ടോ. ആൽക്കഹോളിന്റെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിലേഷൻ വിത്ത് ആനിമൽ ചാർക്കോൾ ആണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ പറയുന്നത്. പിന്നെ ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ഇംപ്യൂരിറ്റീസിന്റെ കുറച്ച് ടെസ്റ്റുകളും അതിൽ പറയുന്നുണ്ട്. ഇംപ്യൂരിറ്റീസ് നമുക്ക് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. ആസിഡ്സ് ഉണ്ടെങ്കിൽ റെഡ് ആയിട്ട് മാറും. പിന്നെ അതായത് ആൽക്കഹോളിന് നമ്മൾ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോറിൻ സ്മെല്ല് ഉണ്ടെങ്കിൽ അതിൽ ഇംപ്യൂർ ആൽക്കഹോൾ ആണെന്നാണ് അർത്ഥം. പിന്നെ ആൽക്കഹോളിന് സിൽവർ നൈട്രേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഫ്യൂസൽ ഓയിൽ ഉണ്ടെന്നാണ് അർത്ഥം. ഫ്യൂസൽ ഓയിൽ കണ്ടുപിടിക്കണ മെയിൻ ആയിട്ടുള്ള ഒരു 3 ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. ഒന്ന് സിൽവർ നൈട്രേറ്റ് ആണ്. രണ്ടാമത്തത് H2SO4 ആണ്. ഫ്യൂസൽ ഓയിൽ കണ്ടുപിടിക്കുന്നതാണ്. മൂന്നാമത്തത് ആൽക്കഹോളിനെ ഇവാപറേറ്റ് ചെയ്തിട്ട് ഫോറിൻ ഓർഡർ ഉണ്ടെങ്കിൽ ഫ്യൂസൽ ഓയിൽ പ്രസന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് 3 ടെസ്റ്റുകളാണ് ഫ്യൂസൽ ഓയിൽ കണ്ടുപിടിക്കാനുള്ളത്. സിൽവർ നൈട്രേറ്റ് ട്രീറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കളറാ കിട്ടുന്നതും കൂടി ഓർത്ത് വെക്കണം. റെഡ് കളറാണ്. ആൽക്കഹോൾ H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ റെഡ് ഓർ ബ്രൗൺ കളറാണ്.
ആൽക്കഹോൾ ഇവാപറേറ്റഡ് ടു ഫോറിൻ ഓർഡർ ഉണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ, അതായത് സിൽവർ നൈട്രേറ്റ് റെഡ് കളറും H2SO4 ബ്രൗൺ റെഡ് കളറും ഇവാപറേഷൻ നടത്തി കഴിഞ്ഞിട്ട് ഫോറിൻ ഓർഡർ ഉണ്ടെങ്കിൽ ഫ്യൂസൽ ഓയിൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇമ്പ്യൂരിറ്റീസിന്റെ മെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ, ടെക്സ്റ്റിലുണ്ട് അതിനെ പറ്റിയിട്ട്. ഇനി ആൽക്കഹോളില് കുറച്ച് വെറൈറ്റീസ് ഓഫ് ആൽക്കഹോൾ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസും അറിഞ്ഞു വെച്ചിരിക്കണം. ഫസ്റ്റ് പറയുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ്. നമ്മൾ സ്റ്റാഫ് പ്രോസസ്സിലെ പ്യൂരിഫിക്കേഷന് യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ് കേട്ടോ. ആക്ച്വലി നമ്മൾ പറയുമ്പോഴത് 99% ഒക്കെ ആണെങ്കിലും പ്രാക്ടിക്കലി ഇതിൽ 95% ആണുള്ളത് അബ്സല്യൂട്ട് ആൽക്കഹോളില്. Absolute alcohol prepared by dehydration of rectified spirit with a fresh quicklime ആണ്, or by distillation of rectified spirit mixed with a little benzene. അതാണ് അതിന്റെ പ്രിപ്പറേഷൻ പറയുന്നത്. ക്വിക്ലൈം അല്ലെങ്കിൽ ബെൻസീൻ ആണ് മെയിൻ ആയിട്ട് അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. Specific gravity 0.792. It is used in staff process for the purification of sugar of milk. Okay, staff process ഉള്ളത് absolute alcohol ആണ്. Specific gravity എല്ലാ ആൽക്കഹോളിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റീസും ഓർത്ത് വെക്കണം കേട്ടോ. വെറൈറ്റീസ് ഓഫ് ആൽക്കഹോളിൻ്റെത്. പിന്നെ ഇതിൻ്റെത് 99% ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിൽ ആൽക്കഹോൾ എത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് അബ്സല്യൂട്ട് ആൽക്കഹോളിൽ. പക്ഷെ പ്രാക്ടിക്കലി 95% മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നത് സ്ട്രോങ് ആൽക്കഹോൾ ആണ്. സ്ട്രോങ് ആൽക്കഹോളിന്റെ വേറെ പേര് ആൽക്കഹോൾ ഫോർട്ടീസ്. ഇപ്പൊ ആൽക്കഹോൾ ഫോർട്ടീസ് എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആൽക്കഹോൾ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ആൽക്കഹോൾ ഫോർട്ടീസ് ആണ്. 95% ആണ് അതിന്റെ മെയിൻ ആയിട്ട് പറയുന്ന ആൽക്കഹോൾ കണ്ടന്റ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.816 ആണ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ 0.7 ആണ്. സ്ട്രോങ് ആകുമ്പോഴത്തേക്ക് 0.8 ആയി സ്പെസിഫിക് ഗ്രാവിറ്റി. പിന്നെ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് മദർ ടിഞ്ചർ പ്രിപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട്, മദർ സൊല്യൂഷൻസിന് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്ട്രോങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡയല്യൂട്ട് ആൽക്കഹോളും ഡിസ്പെൻസിങ് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്ട്രോങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ബോട്ടിൽസിലാണ് സ്റ്റോറേജ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഐഡോഫോം ടെസ്റ്റ് ആണ് നമ്മൾ സ്ട്രോങ് ആൽക്കഹോളിന്റെ പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണ്. ഡിസ്പെൻസിങ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 66% absolute alcohol, sorry, dispensing alcohol 88% ആണ്. Preparation by diluting 947 ml of strong alcohol ആണ്. അത് to 100 ml with purified water. ഓക്കെ, അപ്പം ഡിസ്പെൻസിങ് ആൽക്കഹോളും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അബ്സല്യൂട്ട് ആൽക്കഹോൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് സ്ട്രോങ് ആൽക്കഹോളിൽ നിന്നാണ്. മെയിൻ ആയിട്ട് ഇതിന്റെ പെർസെൻറ്റേജ് പറയുന്നത് 88% ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓർത്ത് വെക്കുക 0.84 ആണ്. ഡിസ്പെൻസിങ് ആൽക്കഹോൾ യൂസ്ഡ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? ഡയല്യൂഷൻ ഫ്രം ടിഞ്ചർ ഇൻ സെന്റിസിമൽ ആൻഡ് ഡെസിമൽ സ്കെയിൽ ആണ്. പൊട്ടൻസീസ് 50 മില്ലിസിമൽ സ്കെയിലിന്റെ പൊട്ടൻസീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സോളിഡ് ടൈച്ചുറേഷനെ ലിക്വിഡ് ആക്കി മാറ്റാനും ഡിസ്പെൻസിങ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, 88% ആലോചിച്ച് നോക്കിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി 8.840. സ്ട്രോങ് ആൽക്കഹോളും ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് 0.8ലാണ്. 0.7 അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ്. ഇൻ ഇന്ത്യ ഡിസ്പെൻസിങ് പർപ്പസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് STOP ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഡിസ്പെൻസിങ് പർപ്പസിന് റെക്ടിഫൈഡ് സ്പിരിറ്റ് STOP ആണ്, അത് ഓർത്ത് വെക്കണേ. STOP ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് 60 to 100 volume of alcohol diluted with purified water ആണ്. 160 volume of pure spirit. 91% of alcohol ആണ് ഉള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓർത്ത് വെക്കണം 0.829. യൂസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? മെഡിസിൻസിന്റെ പൊട്ടൻറ്റൈസേഷൻ അണ്ടർ സെന്റിസിമൽ സ്കെയിൽ ആൻഡ് ക്ലെൻസിങ് ദി യൂട്ടൻസിൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും റെക്ടിഫൈഡ് സ്പിരിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡയല്യൂട്ട് ആൽക്കഹോൾ ആണ്. ഡയല്യൂട്ട് ആൽക്കഹോൾ ആണ് 66% പറയുന്നത്.
സ്ട്രോങ് ആൽക്കഹോളിൽ നിന്നാണ് ഡയലൂട്ട് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9139 ആണ്. നമ്മൾ 0.9 വന്നത് നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ ആൽക്കഹോൾ, അതായത് ആബ്സല്യൂട്ട് ആൽക്കഹോളിനാണ് 0.7 ആണല്ലേ, 0.7 വന്നു, 0.8 വന്നു, then 0.9. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡയലൂട്ട് ആൽക്കഹോളിനാണ് 0.9139 to 0.9169. ഓക്കെ. പിന്നെ അതിന്റെ യൂസസ്, കൺവേർഷൻ ഓഫ് സോളിഡ് ടൈച്ചുറേഷൻ 6x to 8x ആവാൻ വേണ്ടി ഡയലൂട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 8x in liquid form. The next higher potency 9x is prepared with the dilute alcohol. Dilute alcohol used for preparation of 1x, 1c potencies from other teachers. According to Hahnemann method വഴി യൂസ് ചെയ്യുന്നത് dilute alcohol ആണ്. ഇതിനെ prepare evaporating lotions and cleaning the utensils dilute alcohol യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് 66% ആണ് dilute alcohol. സ്പെസിഫിക് ഗ്രാവിറ്റി 0.91 ആണ്. പൊട്ടൻസീസിൽ ഡെസിമൽ സ്കെയിലിലെ പൊട്ടൻസി പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പ്രോസ്പിരിറ്റ് ആണ്. പ്രോസ്പിരിറ്റിൽ ആലോചിച്ച് വെക്കേണ്ടത് 12/13th പാർട്ട്. ഓക്കെ, 12/13th വെയിറ്റ് ഓഫ് എൻ ഈക്വൽ മെഷർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് പറയുന്നത്. ഓക്കെ, അതാണ് പ്രോസ്പിരിറ്റിന്റെ ഈ 12/13th വേർഡ് നിങ്ങൾ മനസ്സിൽ എന്തായാലും ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അതായത് 51 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് അത് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.91976 ആണ്. പിന്നെ ഇത് ഈഥൈൽ ആൽക്കഹോൾ 57% ബൈ വോളിയൂം, 49% ബൈ വെയിറ്റും ആണുള്ളത്. സ്പിരിറ്റ് ഓഫ് ദിസ് സ്ട്രെങ്ത് ഈസ് കോൾഡ് 100 പ്രോസ്പിരിറ്റ് എന്നാണ് പറയാം. So 57.1 by volume spirit is equivalent to 100% of pro-spirit. ആ ക്വസ്റ്റ്യൻ വന്നേക്കാം. 100% of pro-spirit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വോളിയം ഓഫ് സ്പിരിറ്റ് ആണെന്നുള്ളത്. വീക്കർ സ്പിരിറ്റിന് നമ്മൾ അണ്ടർ പ്രൂഫ് എന്നും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഓവർ പ്രൂഫ് എന്നും പറയും. അണ്ടർ പ്രൂഫിന് യു പി എന്നും ഓവർ പ്രൂഫിന് ഒ പി എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. റെക്ടിഫൈഡ് സ്പിരിറ്റ് 60 ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ റെക്ടിഫൈഡ് സ്പിരിറ്റ് കണ്ടെയ്ൻ 160 റെക്ടിഫൈഡ് സ്പിരിറ്റ് 60 OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. 60 OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചേക്കാം. 160 റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൂഫ് സ്പിരിറ്റ് ഇത്രയാണ് വരുന്നത്. അതിലെ പെർസെൻറ്റേജസ് ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 99% ആണ്. സ്ട്രോങ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 95% ആണ്. ഡിസ്പെൻസിങ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 88% ആണ്. ഡയലൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 60% ആണ്. ഓക്കെ, നമ്മൾ ഈ ജമ്പിങ് പൊട്ടൻസിക്കും കാര്യങ്ങളൊക്കെ ഡിസ്പെൻസിങ് ആൽക്കഹോൾ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോകുന്നത് അടുത്ത വെഹിക്കിളിലേക്കാണ്, ഗ്ലിസറിൻ. ഓക്കെ, ഗ്ലിസറിന്റെ വേറൊരു പേരുണ്ട്, ഞാനതിൽ കൊടുത്തിട്ടില്ല. ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ ആണ് ഗ്ലിസറിൻ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ചില സമയം ചോദിച്ചേക്കാം, ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ എന്താണെന്നുള്ളത്. ഗ്ലിസറിനെയാണ് ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് മെൻഷൻ ചെയ്യുന്നത്. അതിന്റെ കെമിക്കൽ ഫോർമുല ഇച്ചിരി വലുതാണ്. C2OH, CHOH, CH2OH, അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് C3H8O3 എന്ന് പറയാം. മോളിക്കുലർ വെയിറ്റ് 92.09 ആണ്. ബോയിലിംഗ് പോയിന്റ് 290 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.29 ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ എല്ലാ ആനിമൽസിന്റെ വെജിറ്റബിൾസിന്റെയും ഓയിൽസിലും ഫാറ്റിലൊക്കെ നമുക്ക് ഗ്ലിസറിൻ കിട്ടും. പിന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ട്, കോഡ് ലിവർ ഓയിൽ, ഒലീവ് ഓയിൽ, ഇതിലൊക്കെ എന്തുണ്ട്, ഗ്ലിസറിൻ പ്രസന്റ് ആണ്. ഓക്കെ, പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 സോഴ്സസ് ആണ് ഇതിന്റെ പ്രിപ്പറേഷനിൽ പറയുന്നത്. ഷുഗറിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോസസ് ഫെർമെന്റേഷൻ ആണ്. പ്രൊപ്പലീൻ യൂസ് ചെയ്യുന്നുണ്ട്. സിന്തറ്റിക് പ്രോസസ് ആണ് പ്രൊപ്പലീൻ വരുന്നത്. ലാർജ് ക്വാണ്ടിറ്റീസിലൊക്കെയാണ് മെയിൻ ആയിട്ട് സിന്തറ്റിക് പ്രോസസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പ്രൊപ്പലീൻ ആണ് സിന്തറ്റിക് പ്രോസസ് വഴി ലാർജ് ക്വാണ്ടിറ്റീസിലാണ് ഗ്ലിസറിൻ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പെൻഡ് സോപ്പ് ലൈനും നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഗ്ലിസറിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സസ്. ഷുഗർ അത് ഫെർമെന്റേഷൻ വഴിയാണ്. നെക്സ്റ്റ് വരുന്നത് പ്രൊപ്പലീൻ ആണ്.
പ്രൊപ്പലീൻ എന്ന സിന്തറ്റിക് പ്രോസസ്സ് ലാർജ് ക്വാണ്ടിറ്റീസിന് കാര്യങ്ങൾക്കൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഈ പ്രൊപ്പലീൻ എന്താന്ന് ചോദിച്ചാൽ നമ്മളെ പെട്രോളിയം ബൈ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ സ്പെൻഡ് സോപ്പ് ലൈൻ, ഇത്രയാണ് ഗ്ലിസറിന്റെ സോഴ്സസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഗ്ലിസറിന്. ഓക്കെ, അപ്പൊ ഗ്ലിസറിന്റെ പ്രിപ്പറേഷൻസ് സോഴ്സസ് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, എല്ലാത്തിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ ഗ്ലിസറിൻ എല്ലാവർക്കും അറിയുന്നുണ്ട്, നമ്മളെ വെനംസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് ഗ്ലിസറിനിലാണ്. ഓക്കെ, പ്രിസർവേഷൻ ഓഫ് പോയ്സണസ് ആനിമൽ പ്രൊഡക്റ്റ് ആൻഡ് വെനം, സ്നേക്സ് വെനംസും കാര്യങ്ങളൊക്കെ ഗ്ലിസറിനിലാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലിസറോളും ലോഷൻസും ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് മദർ ടിഞ്ചസ് ഓഫ് എപ്പിസ് മെലിഫിക്ക ടെറന്റിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഗ്ലിസറിനെ പറ്റിയുള്ളത്. പിന്നെ ഇതിനൊരു പ്യൂരിറ്റി ടെസ്റ്റുകളൊക്കെ ടെസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എക്രോലിൻ ടെസ്റ്റ്, ഡെൻസ്റ്റെയിൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് സോൾവെന്റ് ഈതർ ആണ്. സോൾവെന്റ് ഈതറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C2H2O ആണ്. ഇത് കളർലെസ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, മൊബൈൽ ലിക്വിഡ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.72 ആണ്. ആക്ച്വലി സോൾവെന്റ് ഈതർ ഹൈലി ഇൻഫ്ലേമബിൾ, അതായത് കത്താൻ ചാൻസ് ഉള്ളതാണ്, ഇൻഫ്ലേമബിൾ ആണ്. ഇതിന്റെ യൂസസ് എന്ന് പറയുമ്പോൾ റെസിൻസ്, ഗമ്മ്, ഫാറ്റ്, ഓയില്, സെല്ലുലോസ് അങ്ങനത്തെയൊക്കെ സോൾവെന്റ് ആയിട്ട് നമ്മൾ സോൾവെന്റ് ഈതർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്വീറ്റ് സ്മെല്ലും സോൾവെന്റ് ഈതർ, പിന്നെ ഒരു ബേണിംഗ് ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് സോൾവെന്റ് ഈതറിൽ ഉണ്ടാവുക. അടുത്ത ഓയിൽസ് ആണ്. ഓയിൽസിന്റെ എല്ലാത്തിനും സ്പെസിഫിക് ഗ്രാവിറ്റി ഓർത്ത് വെക്കണം കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഓയിൽസ് അതാണ്. പിന്നെ സോസും, അതായത് ചിലതിന്റെ വേർഡ് കേട്ട് കഴിഞ്ഞാൽ എന്താ സോസ് ഒന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ ഓയിൽസിന്റെ സോസസ് ചോദിക്കാം. ഒലീവ് ഓയില് ഫിക്സഡ് ഓയിലാണ്, ഒബ്റ്റെയിൻ ഫ്രം റൈപ്പ് ഫ്രൂട്ട് ഓഫ് ഒലിയ യൂറോപ്യ. ഒലിയ യൂറോപ്പിൽ നിന്നാണ് ഒലീവ് ഓയിൽ ഉണ്ടാക്കുന്നത്. പേൽ യെല്ലോ കളറാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.910 to 913 ആണ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസിൽ. നെക്സ്റ്റ് വരുന്ന അപ്പൊ ഒലീവ് ഓയിൽ ഓർത്ത് വെച്ചിരിക്കുന്നത് ഒലിയ യൂറോപ്പിയും, ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അടുത്തത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഒലിയം അമിഗ്ഡലെ എക്സ്പ്രസും ആണ്. ഫിക്സഡ് ഓയിൽ ഒബ്റ്റെയിൻ ഫ്രം കെർണൽസ് ഓഫ് സീഡ്സ് ഓഫ് പ്രൂണസ് അമിഗ്ഡാലിസ്. പ്രൂണസ് അമിഗ്ഡാലിസ് ഓർത്ത് വയ്ക്കുക ആൽമണ്ട് ഓയിലിന്, അതിന് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓൾമോസ്റ്റ് സിമിലർ ടു ഒലിവ് ഓയിൽ തന്നെയാണ് ആൽമണ്ട് ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത് പ്രൂണസ് അമിഗ്ഡാലിസിന്റെ സീഡ്, കെർണൽസ് ഓഫ് സീഡ് എന്നാണ് കേട്ടോ ആൽമണ്ട് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സീസെയിം ഓയിലാണ്. ജിഞ്ചലി ഓയിൽ എന്ന് പറയും. സീസെയിം ഇൻഡിക്കത്തിന്റെ സീഡിൽ നിന്നാണ് സീസെയിം ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 9162 921 സീസെയിം ഓയിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോൾമുർഗ ഓയിലാണ്. അത് ഫിക്സഡ് ഓയിലാണ്. മെയിൻ ആയിട്ട് എക്സ്പ്രസ്ഡ് ഫ്രഷ് റൈപ്പ് സീഡ് ഓഫ് ഹൈഡ്രോകാർപ്പസ് കുർസി. ഓക്കെ, ഹൈഡ്രോകാർപ്പസ് കുർസി നിന്നാണ് കോൾമുർഗ ഓയിലിന്റെ പ്രിപ്പറേഷൻ പറയുന്നത്. ഇത് ഫാറ്റി ഓയിലാണ് കേട്ടോ, ഫിക്സഡ് ഓയിലാണ് ഇത്. പിന്നെ നമ്മൾ ലെപ്രസിക്കും കാര്യങ്ങൾക്കൊക്കെ കോൾമുർഗ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആയിട്ട്. അടുത്തത് സാൻഡൽവുഡ് ഓയിലാണ്. ഒലിയം സെന്റാലി, വോളറ്റൈൽ ഓയിൽ ഒബ്റ്റെയിൻ ഫ്രം ഡ്രൈഡ് ഹാർഡ്വുഡ് സെന്റാലം ആൽബം. സാൻഡൽവുഡ് അതൊക്കെ പേര് തന്നെ നമുക്ക് എവിടുന്ന പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടാവും. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും കോസ്മെറ്റിക് പർപ്പസസിനൊക്കെയാണ് സാൻഡൽവുഡ് ഓയിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാവൻഡർ ഓയിലാണ്. ലാവൻഡർ ഓയിൽ എന്ന് പറയുമ്പോൾ വോളറ്റൈൽ ഓയിലാണ്. ഫ്രഷ് ഫ്ലവറിംഗ് ടോപ്പ് ഓഫ് ലാവൻഡുല ഒഫിഷ്യനാലിസ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓർത്ത് വയ്ക്കുക 0.875 to 0.888. സാൻഡൽവുഡ് ഓയിലിന്റെ 0.973 to 0.985. അടുത്തത് റോസ്മേരി ഓയിലാണ്. റോസ്മേരി ഓയിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വോളറ്റൈൽ ഓയിലാണ്. പ്രിപ്പയർഡ് ഫ്രം ഫ്രഷ് ഫ്ലവറിംഗ് ടോപ്പ് ഓഫ് റോസ്മാരസ് ഒഫിഷ്യനാലിസ്. അതൊക്കെ പേര് തന്നെ ഉണ്ട് അതിന്റെ പ്രിപ്പറേഷൻ എവിടുന്നാന്നുള്ളത്. അപ്പൊ നമ്മൾ ലിനിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ലിനിമെന്റ്, സെപ്പോണിൻ, അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ഏതൊക്കെ ഓയിൽസ് എവിടേക്കാണ് വരുന്നത്. പിന്നെ ഹെയർ ഓയിലും കാര്യങ്ങൾക്കൊക്കെ റോസ്മേരി ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. റോസ്മേരി ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.8942 to 0.912 at 20 degrees Celsius. ഓക്കെ, അത്രയാണ് ഓയിൽസിനെ പറ്റി. ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സീസം ഓയിൽ, കോൾമുർഗ ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ, ലാവൻഡർ ഓയിൽ, റോസ്മേരി ഓയിൽ. ഇതിലെ പേരുകൾ തമ്മിൽ അധികം ബന്ധമില്ലാത്തത് കോൾമുർഗ ഓയിലിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോകാർപ്പസ് കുർസിയാണ്. ആൽമണ്ട് ഓയിൽ പ്രൂണസ് അമിഗ്ഡാലിസും, ഒലിവ് ഓയിൽ ഒലിയ യൂറോപ്പിയ. ഓക്കെ, പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റീസ്, എല്ലാ ഓയിൽസിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റീസ് എഴുതിച്ചിട്ട് പഠിക്കണം. എത്രയാണ് നമ്മൾ ലിക്വിഡ് വെഹിക്കിൾസിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് പോകുന്നത് സെമി സോളിഡ് വെഹിക്കിൾസ് ആണ്. സെമി സോളിഡ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ സെമി സോളിഡ് സ്റ്റേറ്റിലാണ് അറ്റ് റൂം ടെമ്പറേച്ചറിൽ. അതിനെയാണ് നമ്മൾ സെമി സോളിഡ് വെഹിക്കിൾസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സെമി സോളിഡ് വെഹിക്കിൾസിൽ പാരഫിൻ ഫസ്റ്റിലെ തരുന്ന വാസ്ലിൻ ആണ്. അതിൽ സോഫ്റ്റ് വൈറ്റ് സോഫ്റ്റ് പാരഫിനും ഉണ്ട്, യെല്ലോ സോഫ്റ്റ് പാരഫിനും ഉണ്ട്. ഓക്കെ, ഇതിന്റെ സോഴ്സസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ക്രൂഡ് ആയിട്ടുള്ള പെട്രോളിയം ആണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓയിൻമെന്റ്സിന്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരഫിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്രൂഡ് പെട്രോളിയത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് കെറോസിൻ ഓയിലിൽ നിന്നും ഗ്യാസ് ഓയിൽ, ഫ്യൂസൽ ഓയിൽ, ഡീസൽ ഓയിൽ, ഇതിൽ നിന്നൊക്കെ ഇതിന്റെ സോഴ്സ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ക്രൂഡ് പെട്രോളിയം ആണ്. ഓക്കെ, പാരഫിന്റെ യൂസസ് 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. യെല്ലോ സോഫ്റ്റ് പാരഫിനും ഉണ്ട്, വൈറ്റ് സോഫ്റ്റ് പാരഫിനും ഉണ്ട്. യൂസസ് രണ്ടിന്റെയും കോമൺ യൂസസ് തന്നെയാണ് ഓൾമോസ്റ്റ്. അത് ഓയിൻമെന്റ്സിന് യൂസ് ചെയ്യുന്നുണ്ട്, ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് സോഫ്റ്റ് ആണ് മെയിൻ ആയിട്ട് ലൂബ്രിക്കന്റ് ആയിട്ടും ഓയിൻമെന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. യെല്ലോ സോഫ്റ്റും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈറ്റ് സോഫ്റ്റ് പാരഫിൻ മോളെ ആൽബം എന്ന് പറഞ്ഞാല് വൈറ്റ് സോഫ്റ്റ് പാരഫിൻ ആണ്. ഓക്കെ, പാരഫിനും മോളെ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ സോഫ്റ്റ് പാരഫിൻ ആണ്. അത് ചില സമയം ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ആ പേരുകൾ സിനോണിംസ് ആയിട്ടുള്ള പേരുകൾ ഓർത്ത് വെച്ചിരിക്കണം. ഈ 2 പേരുകൾ നമ്മൾ ചെറിയ വ്യത്യാസമുള്ള, ഒന്ന് ആൽബാണ്, ഒന്ന് ഫ്ലേവർ ആണ്. ആൽബം എന്ന് പറയുമ്പോൾ വൈറ്റും, ഫ്ലേവർ എന്ന് പറയുമ്പോൾ യെല്ലോ സോഫ്റ്റ് പാരഫിൻ ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വാക്സസ് ആണ്. വാക്സസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ. ഏതാണ് ഞാൻ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? അതെ, ഗ്ലിസറിൻ ആണ്. നമ്മളിവിടെ വാക്സസ് എന്താണെന്ന് അറിയാവോ? മോണോഹൈഡ്രിക് ആൽക്കഹോൾ റിലേറ്റഡ് ആണ് വാക്സസ് എപ്പോഴും. ഓക്കെ, വാക്സസ് എന്ന് പറയുമ്പോൾ മോണോഹൈഡ്രിക് ആൽക്കഹോൾ വിത്ത് ഹയർ ഫാറ്റി ആസിഡ് ആണ് വാക്സസ് വരുന്നത്. വാക്സസ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. ബി വാക്സസും ലെനോണിനും സ്പെർമസെറ്റിയും വരുന്നത് വാക്സസിന്റെ അണ്ടറിലാണ്. ഓക്കെ, നമ്മളെ ബി വാക്സ് മാത്രമല്ല വാക്സസിൽ വരുന്നത് ക്ലാസിഫിക്കേഷനിൽ. ലെനോണിനും വരുന്നുണ്ട്, സ്പെർമസെറ്റിയും വരുന്നുണ്ട്. ഓക്കെ, വാക്സസിൽ ബി വാക്സസും ലെനോലിനും സ്പെർമസെറ്റിയും വരുന്നത് വാക്സസ് ആണ്. ഇതിൽ ബി വാക്സസിലാണ് 2 എണ്ണം പറയുന്നത്, വൈറ്റും യെല്ലോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് യെല്ലോ ബി വാക്സ് ആണ്. സോഴ്സ് വാക്സ് ഫ്രം ഹണികോംബ് ഓർ ഹൈബി ഓഫ് എപ്പിസ് മെലിഫിക്ക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സീറേറ്റ്സ് ആൻഡ് ഓയിൻമെന്റ്സ് ആണ്, ആൻഡ് ഓൾസോ യൂസ്ഡ് ഫോർ ഹാർഡനിങ് ഓഫ് സോഫ്റ്റ് ഓയിൻമെന്റ്. അത്രയാണ് യെല്ലോ ബി വാക്സിനെ പറ്റി പറയുന്നത്. വൈറ്റ് ബി വാക്സസ് എന്ന് പറയുമ്പോഴും അതും അങ്ങനെ തന്നെ സീറേറ്റ്സിന്റെ ഓയിൻമെന്റ്സിന്റെ കണ്ടന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സെറ ഫ്ലേവ എന്ന് പറഞ്ഞാൽ യെല്ലോ ബി വാക്സും, സെറ ആൽബ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബി വാക്സും ആണ്. നെക്സ്റ്റ് ലെനോലിൻ ആണ്. ലെനോലിൻ വാക്സസിന്റെ രണ്ടാമത്തെ ഇതിൽ വരുന്നതാണ്. വൂൾ ഫാറ്റ് അല്ലെങ്കിൽ എഡിപ്സ് ലൈനിന്റെ ആണ് ലെനോലിൻ പറയുന്നത്. സോഴ്സ് വൂൾ ഓഫ് ഷീപ്പ് ഓർ ഓവിസ് ആരിസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ഇൻ വാട്ടർ അബ്സോർബൻ ഓയിൻമെന്റ്. ഓക്കെ, വാട്ടർ അബ്സോർബന്റ് ആയിട്ടുള്ള ഓയിൻമെന്റ്സിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ലെനോലിൻ വാക്സസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്.
wool of sheep and ovis aris ആണ് ലെനോളിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന സോഴ്സസ്. അടുത്തത് സ്പെർമസെറ്റി ആണ്. സ്പെർമസെറ്റി വാക്സസിൽ തന്നെയാണ്. വാക്സസ് പ്ലസ് സെമിസോളിഡ് ആണ് സ്പെർമസെറ്റി. ഓക്കെ, സ്പെർമസെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫ് സ്പെർം വീൽ. ഓക്കെ, ഹെഡ് ഓഫ് സ്പെർം വീൽ ആണ്. ആ ഒരു വേർഡ് ആലോചിച്ച് വയ്ക്കുക. ഫ്രം ദ ഹെഡ് ആൻഡ് ബ്ലബർ ഓഫ് സ്പെർം വീൽ ആണ്. ഫൈസിറ്റർ മാക്രോസെഫാലസ് ആൻഡ് ബോട്ടിൽ നോസ്ഡ് വീൽ ഹൈബ്രൂൺ പ്രോസ്ട്രാറ്റസ് ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ സോഴ്സസ്. മെയിൻ ആയിട്ട് നിങ്ങൾ സ്പെർം വീലിന്റെ പേര് ഓർത്ത് വെക്കുകയില്ല, അല്ലെങ്കിൽ ഫൈസിറ്റർ മാക്രോസെഫാലസും മൈക്രോസെഫാലസ് ഓർത്ത് വെച്ചിരിക്കാം. Solid, it is the one of the solid fatty substances employed to give consistency to cereals and ointments. Okay, അപ്പോൾ സ്പെർമസെറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്പെർം വീൽ അല്ലെങ്കിൽ ഫൈസിറ്റർ മൈക്രോസെഫാലസ് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇത് സീറേറ്റ്സിനും ഓയിന്റ്മെന്റ്സിനും ഒക്കെയാണ് നമ്മൾ സ്പെർമസെറ്റി യൂസ് ചെയ്യുന്നത്. സ്പെർമസെറ്റി വാക്സസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അടുത്തത് പ്രിപ്പയർഡ് ലാഡ് ആണ്. ഇതിൽ ഓർത്ത് വെച്ചിരിക്കേണ്ടത് പ്രിപ്പയർഡ് ലാഡ്, എഡിപ്സ് ലാഡ് എന്ന് പറയും. എഡിപ്സ് ലാഡ് എന്ന് പറയും. സോഴ്സ് എന്ന് പറയുമ്പോൾ പ്യൂരിഫൈഡ് ഇന്റേണൽ ഫാറ്റ് നോൺ ആസ് ഫ്ലെയർ ഓഫ് അബ്ഡോമൻ ഓഫ് ഹോഗ് sus scrofa or sus domestica. It is used as a ingredient in ointments. Prepared ladum അങ്ങനെ തന്നെ ഓയിന്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോഴ്സസ് ഓർത്ത് വെച്ചിരിക്കുക. ഫ്ലെയർ ഓഫ് അബ്ഡോമൻ ഓഫ് ഹോഗ്. ഓക്കെ, സ്പെർമസെറ്റി സ്പെർം വീലാണ്. ലെനോളിൻ എന്ന് പറയുന്നത് വൂൾ ഓഫ് ഷീപ്പ് അല്ലെങ്കിൽ ഓവിയാരിസ് ആണ്. പ്രിപ്പയർഡ് ലാഡ് എന്ന് പറയുന്നത് അബ്ഡോമൻ ഓഫ് ഹോഗ് അല്ലെങ്കിൽ സുസ് സ്ക്രോഫ എൽ സുസ് ഡൊമസ്റ്റിക്ക. ഒരുവിധം എന്താ പറയുക, ലെനോളിൻ ആണെങ്കിലും സ്പെർമസെറ്റി ആണെങ്കിലും പ്രിപ്പയർഡ് ലാഡ് ഒക്കെ ആണെങ്കിലും ഓയിന്റ്മെന്റ്സിന് പ്രിപ്പറേഷൻ ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അടുത്തത് ഐസിൻ ഗ്ലാസ് ആണ്. ഐസിൻ ഗ്ലാസ് ഏത് വെഹിക്കിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ സെമി സോളിഡ് ആണ് കേട്ടോ പറയുന്നത്. സെമി സോളിഡ് ആണ്. റഷ്യൻ ഐസിൻ ഗ്ലാസ് അതിന്റെ ബാക്കി സിനോണിംസ് പറയുന്നത്. ഐസിൻ ഗ്ലാസ്സിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നത് എയർ ബ്ലാഡർ ഓഫ് ഫിഷസ് ആണ്. അതിന്റെ പേരുണ്ട്. സോഴ്സ് കൊളാജൻ ഡിറൈവ്ഡ് ഫ്രം ദ തിൻ ഇന്നർ സിൽവർ ഷൈനി ലെയർ ഓഫ് എയർ ബ്ലാഡർ ഓഫ് സം ഫിഷസ്. ചില ഫിഷസിന്റെ എയർ ബ്ലാഡർ റിലേറ്റഡ് ആണ് ഐസിൻ ഗ്ലാസിന്റെ സോഴ്സസ്. പെർട്ടിക്കുലർലി സ്റ്റർജിയോൺ, ആസ്പെൻസ്, ഹുസോ. ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് പ്ലാസ്റ്റേഴ്സ്. ഓക്കെ, നമ്മളെ കാലൻറ്റുല അല്ലെങ്കിൽ ആർണിക്കാൻ്റെ ഒക്കെ പ്ലാസ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഐസിൻ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എയർ ബ്ലാഡർ, ചില മീനുകളുടെ എയർ ബ്ലാഡറിന്റെ ലൈനിങ് ആണ് ഐസിൻ ഗ്ലാസിന്റെ സോഴ്സ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സോപ്പാണ്. സോപ്പ് ആക്ച്വലി വെജിറ്റബിൾ സോഴ്സും ഉണ്ട്. രണ്ട് ടൈപ്പ് സോഴ്സസ് ആണുള്ളത്. വെജിറ്റബിൾ സോഴ്സും ഉണ്ട്, ആനിമൽ സോഴ്സും ഉണ്ട്. ആനിമൽ സോഴ്സിൽ ഒന്നേ ഉള്ളൂ, അത് കേർഡ് സോപ്പാണ്. പിന്നെ വെജിറ്റബിൾ സോഴ്സസിൽ പറയുന്നത് ഹാർഡ് സോപ്പാണ്. ഓക്കെ, ഹാർഡ് സോപ്പും സോഫ്റ്റും പറയുന്നത് വെജിറ്റബിളിനും, ആനിമൽ സോപ്പിൽ പറയുന്നത് കേർഡ് സോപ്പും ആണ്. ഓക്കെ, സോഫ്റ്റ് സോപ്പിന്റെ വേറൊരു പേര് സാപ്പോമോളിസ്. അപ്പൊ സാപ്പോമോളിസും സിനോണിം ഇതിൽ ഓർത്ത് വെച്ചിരിക്കണം. സാപ്പോമോളിസിന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏതാ പേരെന്ന് മനസ്സിലാവില്ല. സോഫ്റ്റ് ആണ് സാപ്പോമോളിസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഇന്ററാക്ഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇന്ററാക്ട് ചെയ്തിട്ടാണ് വെജിറ്റബിൾ ഓയിൽ, ഫാറ്റി ആസിഡ് ഇന്ററാക്ട് ചെയ്തിട്ടാണ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ ലിനിമെന്റും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് സോഫ്റ്റ് സോപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹാർഡ് സോപ്പാണ്. സാപ്പോ ഡൂറൂസ് എന്നാണ് ഹാർഡ് സോപ്പിൻ്റെത്. അത് സാപ്പോ ഡൂറൂസ്. സോഴ്സ് എന്ന് പറയുമ്പോഴേ മെയിൻ ആയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ വെജിറ്റബിൾ ഓയിൽ വിത്ത് ഫാറ്റി ആസിഡ് ആണ് ഹാർഡ് സോപ്പിന്റെ പറയുന്നത്. ഇത്രയാണ് വെജിറ്റബിൾ സോഴ്സ് സോപ്പിന്റെ ക്ലാസിഫിക്കേഷൻസ്. നെക്സ്റ്റ് വരുന്നത് ആനിമൽ സോപ്പാണ്. ആനിമൽ സോഴ്സ് ആണ്. ആനിമൽ സോഴ്സിൽ ഒന്നുള്ളൂ കേർഡ് സോപ്പ് മാത്രം. കേർഡ് സോപ്പ് എന്ന് പറയുന്നത് അതും നമ്മൾ സോപ്പ് എന്ന് പറയുന്നത് എന്താ പറയാ NaOH സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേർഡ് സോപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്.
Soap made with soda and purified animal fat, consisting particularly of stearin. അതായത് ആനിമൽ ഫാറ്റും NaOH സൊല്യൂഷനും തമ്മിൽ ട്രീറ്റ് ചെയ്താലാണ് കേർഡ് സോപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഒപ്പിയോഡ്രൽസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേർഡ് സോപ്പാണ്. ഒപ്പിയോഡെൽഡോക്സും അതിന്റെ കമ്പോണന്റ് ആയിട്ട് കേർഡ് സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോപ്പ് മെയിൻ ആയിട്ട് രണ്ടെണ്ണം ഉള്ളത് ആനിമൽ സോസ് ഉണ്ട്, വെജിറ്റബിൾ സോസ് ഉണ്ട്. വെജിറ്റബിൾ സോസിൽ രണ്ടെണ്ണം ഉണ്ട്, ഹാർഡ് സോപ്പും സോഫ്റ്റ് സോപ്പും. ആനിമൽ സോപ്പിൽ വരുന്നത് കേർഡ് സോപ്പാണ്. ഇതിൽ സോഫ്റ്റ് സോപ്പിൽ മാത്രമാണ് പൊട്ടാസ്യം വരുന്നത്. നമ്മൾ കേർഡ് സോപ്പും ഹാർഡ് സോപ്പും നോക്കുകയാണെങ്കിൽ NaOH സൊല്യൂഷൻ ആണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിന്റെ വേറെ പേര് എന്ന് പറഞ്ഞാൽ അമൈൽ എന്നും പറയുന്നത് സ്റ്റാർച്ചിനെയാണ്. സോഴ്സസ് മെയ്സ്, ഇന്ത്യൻ കോൺ ഉണ്ടല്ലോ, ഇന്ത്യൻ കോൺ ഇതിന്റെ വൺ ഓഫ് ദ സോഴ്സ് ആണ്. പിന്നെ വീറ്റ് എടുക്കാൻ പറ്റും, പൊട്ടറ്റോന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും സ്റ്റാർച്ച്, റൈസ് ഒന്ന് സ്റ്റാർച്ച് കിട്ടും. ഓക്കെ, നമ്മളെ ഗ്ലിസറിൻ സ്റ്റാർച്ച് ഇല്ലേ, അതിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാർച്ച് ആണ്. ഓക്കെ, അതായത് സ്റ്റാർച്ച് എന്ന് പറയുന്നത് സോഴ്സസ് മെയിൻ ആയിട്ട് ഗ്രെയിൻ ഓഫ് മെയ്സും ഗ്രെയിൻ ഓഫ് വീറ്റ്, ട്യൂബർ ഓഫ് പൊട്ടറ്റോ, റൈസും ആണ്. ഇറ്റ് ഇസ് കമ്പോണന്റ് ഓഫ് ഗ്ലിസറിൻ സ്റ്റാർച്ചിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർച്ച് ആണ്. ഇറ്റ് ഹാസ് ആൻ അബ്സോർബൻ ഡിമിൽസൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഗ്ലിസറിൻ സ്റ്റാർച്ചിന് ഇത്രയാണ് വെഹിക്കിൾസ് ആണ്